ഇന്നത്തെ ചെമ്പനീർപ്പൂ എപ്പിസോഡ് ശരിക്കും പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. ഓരോ നിമിഷവും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ശ്രുതിയുടെ മലേഷ്യൻ നുണകൾ പൊളിച്ചെടുക്കാൻ സച്ചിൻ രേവതിയും ചേർന്നൊരു പുതിയ തന്ത്രം മെനയുകയാണ്. മലേഷ്യയിൽ നിന്നുള്ള ദിവാകരനെയും ഭാര്യനെയും വീട്ടിലേക്ക് ക്ഷണിച്ചതോടെ ശ്രുതിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ഇതിനിടയിൽ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ രേവതി അന്വേഷിച്ചത് ആന്റണി വഴി ശ്രുതി അറിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ആന്റണീനെ ലക്ഷ്മിയമ്മയും ശരത്തും ദേവും ക്ഷേത്രത്തിൽ വെച്ചു കണ്ടു എന്ന സത്യം ശ്രുതിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഇതിനിടയിൽ പകലന്തിയോളം വീട്ടുജോലികൾ ചെയ്യുന്ന രേവതിയെ കണ്ട് വർഷയ്ക്ക് വിഷമമാകുന്നു. ഒരു ജോലിക്കാരിയെ വെക്കാമെന്ന് വർഷ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയുടെ കണ്ണിൽ താൻ ഒരു വേലക്കാരി മാത്രമാണെന്ന രേവതിയുടെ തിരിച്ചറിവ് ഏറെ ഹൃദയഭേദകമാണ്. അമ്മ തന്നെ ഒരു മരുമകളായി അംഗീകരിക്കുന്ന കാലത്തിനായി കാത്തിരിക്കുന്ന രേവതിയുടെ സ്നേഹം കണ്ടില്ലെന്ന് വെക്കാൻ വർഷയ്ക്കും സാധിക്കുന്നില്ല. ചന്ദ്രമതിയുടെ എതിർപ്പുകളെ വകവെക്കാതെ രവീന്ദ്രൻ സച്ചിക്കൊപ്പം അതിഥികളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ദിവാകരനും ഭാര്യയും സച്ചിനെ സ്വന്തം മകനെ പോലെ പുകഴ്ത്തി സംസാരിക്കുന്നു. അതിഥികൾ മലേഷ്യയിൽ നിന്നാണെന്ന് അറിയുന്നതോടെ ചന്ദ്രമതി സന്തോഷിക്കുന്നുണ്ടെങ്കിലും തൻ്റെ കള്ളത്തരങ്ങൾ പുറത്താകുമോ എന്ന പേടിയിൽ മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കുന്ന ശ്രുതിയുടെ അവസ്ഥ ശരിക്കും കഷ്ടം തന്നെയാണ്. ചന്ദ്രമതി ശ്രുതിനെ താഴേക്ക് വിളിക്കുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്താകുമോ എന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.